ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ദേ ഞാൻ ഇവിടുന്നൊക്കെ ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇനി ദേ ഫിദപ്പനും കൂടി എണീറ്റിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് അടിക്കാൻ പോകാൻ. അവൻ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ദേ ഫിദുക്ക് എണീറ്റു. അവൻ ദേ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കായൽ വ്യൂ. വാവ്! എന്നും ഇത്രയും നല്ലൊരു മോർണിംഗ് വ്യൂ കാണാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയായാലേ. അങ്ങനെ ദേ ഞാൻ വരുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവനൊക്കെ ഫ്രഷ് ആക്കി കഴിക്കാൻ പോയി കേട്ടോ. നമുക്കിന്ന് ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ദേ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ദേ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ ബൂട്ടിനോട് എങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ടാറ്റ ബൈ ബൈ പറയുകയാണ് കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം വരുമോയെന്ന് അറിയില്ല, കാരണം 2 പ്രാവശ്യമായല്ലോ. അങ്ങനെ ദേ നമ്മളെല്ലാവരും നമ്മുടെ ബോട്ടിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ പെട്ടിയും ബാഗും കുട്ടികളെയും ഒക്കെ എടുത്ത് നടക്കാൻ തുടങ്ങി കേട്ടോ. വണ്ടി കുറച്ച് അപ്പുറത്തായിരുന്നു കേട്ടോ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് നമ്മുടെ സ്പോട്ട് വരുന്നത് ആലപ്പുഴ ബീച്ചായിരുന്നു കേട്ടോ. ഞങ്ങൾ ആലപ്പുഴ ബീച്ചിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ നമ്മൾ ബോൾഗാട്ടി പാലസിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പോകുന്നത് ആലപ്പുഴ ബീച്ചിലേക്കാണ്. ഈ ഉച്ച സമയമായതുകൊണ്ട് വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോന്നു. പിന്നെ നമ്മൾ നേരെ വിട്ടത് നമ്മുടെ അമ്പലപ്പുഴയ്ക്കാണ്. ആലപ്പുഴ വന്നിട്ട് നമ്മുടെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കാണാതെ പോയാൽ അത് മോശമല്ലേ. ചരിത്രം കൊണ്ടും ഐതിഹ്യം കൊണ്ടും ഒരുപാട് കഥ പറയാനുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത്. ഇവിടുത്തെ പ്രധാന വഴിപാടായ അമ്പലപ്പുഴ പാൽപ്പായസം, അതിൻ്റെ ടേസ്റ്റ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ. നമുക്കും അതൊന്ന് രുചിച്ചറിഞ്ഞ് നോക്കണമല്ലോ. പണ്ടൊക്കെ 5-6 മാസം മുന്നേ തന്നെ പാൽപ്പായസത്തിന് വേണ്ടി ബുക്ക് ചെയ്യണം കേട്ടോ, എന്നാലേ കിട്ടുള്ളൂ. പക്ഷേ ഇപ്പം നമുക്ക് 3-4 മണിക്കൂർ ക്യൂ നിന്നാൽ കിട്ടും. ഞങ്ങളും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് 1:30ക്കാണ് കേട്ടോ പായസം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ചുറ്റി നടന്ന് കാണുമ്പോഴേക്കൊക്കെ വൈകുന്നേരം ആകുമെന്ന് വിചാരിച്ചു. സമയം തികയാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. അത്രയും ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അമ്പലപ്പുഴയിൽ. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഇവിടെ കാണാൻ ഒരു സ്ഥലവും ബാക്കിയുണ്ടായിരുന്നില്ല. എല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഹിസ്റ്ററി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ 1783 ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രവും ആക്രമിക്കപ്പെടും എന്ന ഭയത്താൽ നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും പിന്നെ കാലക്രമേണ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയതായി കരുതപ്പെടുന്നു എന്ന് പറയുന്നു. ഇപ്പോഴും നമ്മുടെ അമ്പലപ്പുഴയിലെ പാൽപ്പായസം കുടിക്കാൻ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇങ്ങോട്ട് എത്തുന്നുണ്ട് എന്നാണ് അത്ര വിശ്വാസം. അത് എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്രയോ കാലമായി നമ്മുടെ അമ്പലപ്പുഴ വരണം, തൊഴണം, ആ പാൽപ്പായസം കുടിക്കണം എന്നൊക്കെ വിചാരിക്കാൻ തുടങ്ങിയിട്ട്. ആ ആഗ്രഹം എന്തായാലും ഇന്നാണ് കേട്ടോ സാധിച്ചത്. ഇവിടേക്ക് കയറുമ്പോൾ ആ മൂളിപ്പാട്ട് പാടാതെ കയറാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. അത് ഏതാ പാട്ടെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഇതേ ഞങ്ങൾ എല്ലാ സ്ഥലവും കണ്ടിങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പോഴും നമ്മുടെ ഉള്ളിൽ പായസം കിട്ടണേ എന്നുള്ള ഒടുക്കത്തെ പ്രാർത്ഥനയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ഞങ്ങളിനി അകത്ത് കയറി തൊഴുകാൻ പോവുകയാണ് കേട്ടോ. നമുക്കിനി കാഴ്ചകൾ കണ്ട് നടന്നാൽ മാത്രം പോരല്ലോ, നമ്മുടെ ശ്രീകൃഷ്ണനെ കാണണ്ടേ. അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ആവും. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ. അവിടുത്തെ കാറ്റിന് പോലും ഒരു പ്രത്യേകത ഉണ്ടെന്നാണല്ലോ പറയുക. അങ്ങനെ ഉണ്ണിക്കണ്ണനൊക്കെ കണ്ട് തൊഴുത് ഇറങ്ങിയിട്ടു. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് ഇതായിരുന്നു കേട്ടോ, പായസം കിട്ടണേന്ന്. അങ്ങനെ ദേ ഇവിടുത്തെ കുളത്തിലെ കാഴ്ചകൾ കണ്ട് കുറേ നേരം നിന്നു കേട്ടോ. ഫിദു അവിടുന്ന് പോരാൻ കൂട്ടാക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇവിടെ മണിക്കിണറിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ പാൽപ്പായസത്തിന് ഇത്രയും ടേസ്റ്റ് എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. പായസത്തിന് ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. പക്ഷേ സമയം 1 മണി കഴിഞ്ഞ്. ഇവിടെ അന്നദാനം ഉണ്ട്, പക്ഷേ ടോക്കൺ എടുത്തവർക്കായിരുന്നു കേട്ടോ കിട്ടുക. എന്തോ ഭാഗ്യവശാൽ ക്യൂ നിന്നുകൊണ്ട് ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു.
കിട്ടുമോ എന്ന് ഒട്ടും ഉറപ്പുണ്ടായിരുന്നില്ല കേട്ടോ. ഈ അമ്പലത്തിലെ ഫുഡിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിലും ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ദേ ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി പിന്നെ റെസ്റ്റ് എടുക്കലായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ദേ സാധനം കിട്ടി. നമ്മൾ ആറ്റുനൂറ്റിരുന്ന് നമ്മുടെ പാൽപ്പായസം. എൻ്റെ അമ്മ ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മൾ പായസം കൂടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ 1 ലിറ്ററിൻ്റെ 2 ബോട്ടിലാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ബോട്ടിൽ നമ്മൾ അപ്പം തന്നെ പൊട്ടിച്ച് കഴിച്ചു, മറ്റേ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോയി കേട്ടോ. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ടോയ്സ് മേടിക്കാൻ പുറത്തേക്ക് ഇറങ്ങി. ഈ ഒരു സ്ഥലമൊക്കെ കണ്ടാൽ ശരിക്കും നമുക്ക് ഗുരുവായൂരാണോ എന്ന് തോന്നിപ്പോവും. ദേവന് ദേ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി അവളുടെ പിന്നാലെയായിരുന്നു കേട്ടോ. ഇത് പിന്നെ അത് പറയാനാവാത്തതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അവനൊരു ടോയ് കിട്ടിയപ്പോൾ AR റഹ്മാൻ നടക്കുന്ന പോലെ നടക്കുകയായിരുന്നു കേട്ടോ. മൂപ്പർക്ക് ഇങ്ങനെ ആരുടെയും കൈ പിടിക്കാതെ ഒറ്റയ്ക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ദേ ഞങ്ങളുടെ എല്ലാവരുടെയും പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വണ്ടി കയറി. പിന്നെ അതേ ഉറക്കമൊക്കെ ആയിരുന്നു. അങ്ങനെ ദേ പിന്നെ ഒരു വൈകുന്നേരം 4 മണി 4:30 ആയപ്പോഴാണ് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് ചായ കുടിക്കാൻ. അങ്ങനെ ദേ ഞങ്ങളെല്ലാവരും ചായയും കുട്ടികൾക്ക് ബൂസ്റ്റും ഒക്കെ മേടിച്ചു കൊടുത്തു. ഈ ബോണ്ട എനിക്കുള്ളതല്ല കേട്ടോ, ഫിദുവിന് ഒടുക്കത്തെ ഇഷ്ടമാണ്. അവനെന്താ ഇതിനോട് ഇത്ര ഇഷ്ടമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ദേ ഞങ്ങളെല്ലാവരും ചായ കുടി കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി. പിന്നെ രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ നമ്മുടെ ചെറുതുരുത്തി എത്തിയത്, നമ്മുടെ പ്ലേസ്. അവിടെ ഹംദി കുഴിമന്തിയിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദേ ഞങ്ങളെല്ലാവരും ഒരു കുഴിമന്തിയൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഇതിനി നമ്മൾ വീട്ടിലോട്ട് തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഫാമിലി ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ ഫാമിലിയിൽ കല്യാണപ്രായം എത്തി നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അടുത്ത വർഷം നമ്മൾ ട്രിപ്പായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ ബൈ ബൈ.